കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്ന സമീപനവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഡിഗ്രി, PG, PhD കോഴ്സുകളുടെ ഫീസ് 3, 4, 5 ഇരട്ടിയാണ് സർക്കാർ പുതിയതായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 12,000 ആയിരുന്ന ഡിഗ്രി ഫീസ് 50,000 ആയും 17,845 ആയിരുന്ന PG ഫീസിനെ 55,000 ആയും 18,780 ആയിരുന്ന ഫീസിനെ 60,000 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ കേവലം 2,000 രൂപ മാത്രം കുറച്ച് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്ന സമീപനവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം KSU സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന, അവരാശ്രയിക്കുന്ന കേരളത്തിലെ കാർഷിക സർവകലാശാലയിൽ വലിയ രീതിയിലേക്കുള്ള ഭീമമായിട്ടുള്ള ഫീസ് വർധനവാണ് നടന്നിരിക്കുന്നത്. അതിൽ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ടുന്ന വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമാകുന്നില്ല എന്നതാണ്. സർവകലാശാലയുടെ കണക്ക് പ്രകാരം 663 കോടി രൂപയാണ് ഒരു വർഷം കാർഷിക സർവകലാശാലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് വേണ്ടിവരുന്നത്. എന്നാൽ ലഭ്യമായതോ കേവലം 420 കോടി രൂപയാണ്. അതായത് ഏകദേശം 243 കോടി രൂപയുടെ കുറവ് കാർഷിക സർവകലാശാലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് സർക്കാർ നൽകേണ്ടുന്ന 243 കോടി രൂപ സർക്കാർ നൽകാതെ വരുമ്പോൾ ആ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അവരുടേതായിട്ടുള്ള മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സർക്കാർ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ അധികാരികളെല്ലാം തീരുമാനിച്ച് സർക്കാർ വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടാണ് എന്നൊരു മുട്ടാപ്പൊക്ക് നയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയുടെ വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവയ്ക്കേണ്ടുന്ന യാതൊരു സാഹചര്യവും നിലവിലില്ല. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് B. അശോക് കുമാർ ആണ് ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിവാദങ്ങളിലെല്ലാം പെട്ടു നിൽക്കുന്നത്. ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറിന്റെ ചുമതലയുള്ള അശോക് കുമാറിന്റെ തലയിൽ ഇതിന്റെ പാപഭാരം കെട്ടിവെച്ചുകൊണ്ട് സർക്കാർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ രണ്ടുപേരും കുറ്റക്കാരാണ്. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇൻചാർജും അതിനപ്പുറം ഇതിൽ വലിയ ഉത്തരവാദിത്തം കേരളത്തിന്റെ സർക്കാരിനുണ്ട്. കാരണം കേരള കാർഷിക സർവകലാശാല 971 ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം, ധനസഹായം, നിയന്ത്രണം എല്ലാം കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണ് ഉള്ളത്. 971 ആക്ട് പ്രകാരം സർക്കാരാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ രക്ഷാധികാരി. കൃഷി വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രി P. പ്രസാദ് ഈ വിഷയത്തിൽ അടിയന്തരമായി അദ്ദേഹം മൗനം വെടിയണമെന്ന ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ഏകദേശം 7-8 ദിവസക്കാലമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ നിരന്തരമായിട്ടുള്ള പ്രതിഷേധം യൂണിവേഴ്സിറ്റിയിലും ക്യാമ്പസ് തലങ്ങളിലും നടന്നിട്ടും അതിൽ ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ കൃഷി വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല. ഇത് സർക്കാരിന്റെ ഒരു ഒളിച്ചുകളിയായിട്ട് KSU അതിനെ നോക്കിക്കാണുകയാണ്. കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭരണ ദൈനംദിന പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് 2 ബോഡികളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് അക്കാദമിക് കൗൺസിലും 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അത് സിൻഡിക്കേറ്റിന് സമാനമായ രീതിയിൽ അധികാര പരിധി ഉള്ളതാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി 20/8/2025 അതായത് ഓഗസ്റ്റ് മാസം 20-ാം തീയതി അക്കാദമിക് കൗൺസിൽ അജണ്ടയായിട്ട് ഈ ഫീസ് വർധനവ് വെക്കുന്നുണ്ട്. അതിന്മേൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ തീരുമാനമെടുക്കേണ്ടുന്ന ഹയർ അതോറിറ്റി എന്ന നിലയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇതിന്റെ ശുപാർശകൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കുന്നത് എന്ന് പറയുന്നത് CPM-ന്റെയും CPI-യുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ്. ഇവർ അംഗങ്ങളായിട്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒറ്റ വരിയിൽ ഈ ഫീസ് വർധനവ് നടപ്പിലാക്കാൻ സാധ്യമാവില്ല, ഇത് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്, അതിൽ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് കേരളത്തിന്റെ സർക്കാർ പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ഫീസ് വർധനയിലേക്ക് എത്തി നിൽക്കിയിരിക്കുന്നത്.